ദൈവത്തിന് സ്തോത്രം. ചർച്ച് ഓഫ് ഗോഡിൻ്റെ യൂത്ത് ക്ലാസ് എന്ന ഒരു പുസ്തകം എഴുതുവാനും പ്രത്യേകിച്ച് ആ പുസ്തകത്തിലെ ഒരു പാഠം നിങ്ങളെ പഠിപ്പിക്കുവാനും ലഭിച്ച അവസരത്തിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ 18-ാമത്തെ പാഠം ലൈംഗികതയിലെ ധാർമ്മികത തിരുവചന വെളിച്ചത്തിൽ എന്ന ഒരു പാഠമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും +1 +2 തൊട്ട് അങ്ങോട്ട് ഉള്ള പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ദിവസത്തിൽ പലതവണയെങ്കിലും മനസ്സിൽ വരികയും ഡിസ്കസ് ചെയ്യുകയും അറിയാൻ ആഗ്രഹിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് സെക്സ്, ലൈംഗികത എന്നത്. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഈ ലൈംഗികതയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു എന്നതിൽ നിന്ന് അത് തുടങ്ങുന്നു. അല്പം കൂടെ വ്യക്തമായിട്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ യഹോവയായ ദൈവം പുരുഷൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുവാൻ ഇറങ്ങി വന്നതും ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചതും ആ സ്ത്രീയെ പുരുഷൻ ആദ്യമായി കണ്ടപ്പോൾ ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന് പറഞ്ഞതുമൊക്കെ ലൈംഗികതയെ സംബന്ധിച്ചുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള വചനത്തിലെ ആരംഭ വിശദീകരണങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എത്രയോ ധാരണകളും തെറ്റിദ്ധാരണകളും നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്കുണ്ട്. ശരിയല്ലേ? ഈ ഇടയ്ക്കല്ലേ കേരള പോലീസ് ഒരു പുതിയ ഒരു ഓപ്പറേഷൻ നടത്തി, അതായത് ഒരു മൂവ്മെൻറ്റ് നടത്തി 100 കണക്കിന് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. കാരണം വേറൊന്നുമല്ല, ലോക്ക്ഡൗൺ കാലത്ത് ലൈംഗികതയുടെ അശ്ലീല വീഡിയോ ഒട്ടനവധി ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു എന്ന കുറ്റത്തിനാണ് ഒരു യുവ ഡോക്ടറെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഏറ്റവും അധികം കുട്ടികളുടെ ലൈംഗിക വീഡിയോ ഇൻ്റർനെറ്റിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണെന്ന്? ഏറ്റവും അധികം അശ്ലീല സൈറ്റുകൾക്ക് അടിമയായ ചെറുപ്പക്കാർ ജീവിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ഗവൺമെൻറ്റും പോലീസുമൊക്കെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തിയും ഒത്തിരി പേരെ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ലൈംഗികത എന്ന വിഷയം ഇന്ന് കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ദൈവവചനപ്രകാരം അതിൻ്റെ ധാർമ്മികത നമ്മൾ അറിയാതെ പോകാൻ പാടില്ല. ഇത് ഇപ്പം ഒരുപക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളിൽ ചിലർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അശ്ലീല സൈറ്റുകൾക്ക് ഒരുപക്ഷെ അടിമയായിരിക്കാം. ഇത് തുടങ്ങുന്നത് ചെറിയൊരു തുടക്കത്തിൽ നിന്നാണ്. അതായത് ഒരു അശ്ലീല ഫോട്ടോ കണ്ടു, ആ അശ്ലീല ഫോട്ടോ കണ്ടപ്പോൾ ഉണ്ടായ ലൈംഗിക ഉന്മേഷം, അത് നിങ്ങൾക്ക് തന്ന മാനസിക സംതൃപ്തി, അത് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം ആ ഒരു ഫോട്ടോയിൽ നിന്ന് മാനസിക സംതൃപ്തിയൊന്നും പര്യാപ്തമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകും. അടുത്ത തലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സോഫ്റ്റ് പോൺ, അതിൻ്റെ വീഡിയോസിലേക്ക് പോകും. അപ്പോൾ കിട്ടുന്ന ലൈംഗിക സംതൃപ്തി ഭയങ്കര സംതൃപ്തി. അത് കുറേ ഒരു 2-3 ആഴ്ച ഇല്ലെങ്കിൽ 1 മാസം 2 മാസം മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി പോരാ, പിന്നെ ഹാർഡ് പോണിലേക്ക് പോകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കോട്ടയത്ത് തന്നെ ഒരു വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി ഞാൻ കേൾക്കുകയുണ്ടായി. കല്യാണം എല്ലാം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ ഈ ഭാര്യ ഭർത്താവിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഭർത്താവ് ഒരു കമ്പ്യൂട്ടറിൽ, അതായത് പുള്ളിയുടെ ലാപ്ടോപ്പിൽ ഒരു അശ്ലീല വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഭാര്യ വരാൻ വെയിറ്റ് ചെയ്യുക. അപ്പം ഭാര്യ വന്നതേ പുള്ളി ഈ അശ്ലീല വീഡിയോ ഓൺ ചെയ്തു. ഒരു 5-10 മിനിറ്റ് അത് അവിടെ ഇരുന്ന് ഈ ഭാര്യ കണ്ടു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം നോർമലല്ല. അറ്റ്ലീസ്റ്റ് സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ച്, ലൈംഗികത സംബന്ധിച്ച് ഈ മനുഷ്യൻ നോർമലല്ല. IT കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. 3.5 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. വിദേശത്തൊക്കെയാണ് ജോലി, എല്ലാം ഫൈൻ ആൻഡ് ഗുഡ്. പക്ഷേ പുള്ളി നോർമലല്ല. പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി.
നേരെ ബാൽക്കണിയിലോട്ട് കയറി. ഒരു വലിയ ഫ്ലാറ്റാണ്. അപ്പോൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങി എന്ന് അർദ്ധരാത്രിക്ക് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. 35 കിലോമീറ്റർ അപ്പുറത്താണ് സ്വന്തം വീട്. ഇപ്പം ഇന്ന് രാത്രി വണ്ടി ഓടിച്ച് ഇവിടെ വന്നാൽ എന്നെ ജീവനോടെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാം. ഈ മനുഷ്യൻ്റെ കൂടെ ഇന്ന് രാത്രി ഞാൻ കിടക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ നോയാണ് പറയാൻ പോകുന്നതെങ്കിൽ ഞാനിപ്പോൾ ഈ ബാൽക്കണിയും താഴോട്ട് ചാടാൻ പോവാണ്. അപ്പോൾ അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞങ്ങളിപ്പോൾ തന്നെ വരാം. അവർ പാഞ്ഞ് അവിടെ ചെന്നു. അർദ്ധരാത്രി വാതിലിൽ മുട്ടി. വീട്ടുകാരിറങ്ങി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. മൊത്തം വിഷയമായി. ഇവർ പറഞ്ഞു, നിങ്ങളുടെ മോന് ഭ്രാന്താണ്. അവർ പറഞ്ഞു, 3.5 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ഒരു കമ്പനിയുടെ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മോന് ഭ്രാന്താണ്. നിങ്ങൾക്ക് എന്തോ പറ്റി? പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ആ കുടുംബജീവിതം അന്ന് അവിടെ അവസാനിച്ചു. യു നോ വൈ? ഈ ചെറുക്കൻ ഭയങ്കര ജോലിക്കാരനൊക്കെയാണ്, ഭയങ്കര കഴിവൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ, ലൈംഗികത എന്ന മേഖലയിൽ പുള്ളിക്ക് കിട്ടിയ ലേണിങ്, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ പുള്ളി ഡെവലപ്പ് ചെയ്തെടുത്ത ലേണിങ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു, ആ ലേണിങ് അബദ്ധമായിരുന്നു. തികച്ചും അബ്നോർമലായിരുന്നു. അത് ഒരു കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലും, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന വിധത്തിലും തനിക്ക് തൻ്റെ കുടുംബത്തിൽ അതൊരു വിഷയമായി. ഇത് നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏജ് ഉണ്ടല്ലോ, ഒരുപക്ഷെ ഒരു 16-17 വയസ്സ് മുതൽ ഒരു 10-25 വയസ്സ് വരെയുള്ളൊരു ടൈമാണ്. ഈ ടൈമാണ് ലൈംഗികതയെ യഥാർത്ഥമായിട്ടും ഊട്ടി ഉറപ്പിക്കുന്ന, ഇതിനെ കോൺക്രീറ്റ് ഇട്ട് രൂപപ്പെടുത്തുന്ന ലൈംഗികതയുടെ അറിവുകളും ധാരണകളുമൊക്കെ ശരിയായ വിധത്തിൽ രൂപപ്പെടുന്ന ഒരു ടൈമാണ് നിങ്ങളായിരിക്കുന്ന ടൈം. അപ്പോൾ ഈ ടൈമിൽ ഇതേ സംബന്ധിച്ചുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലെ പ്രശ്നം, ഈ പോണോഗ്രാഫിയിലേക്ക് അടിമപ്പെടുന്ന ആളുടെ പ്രശ്നം, ഈ ചെറിയൊരു ഫോട്ടോ കണ്ടപ്പം എക്സൈറ്റ്മെൻ്റ് ഉണ്ടായത് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന ന്യൂറോ കെമിക്കൽ ട്രാൻസിഷൻ ആണല്ലോ നമ്മുടെ സ്വഭാവത്തെ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷനിൽ ഉണ്ടാകുന്ന, അപ്പോൾ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കാണുമ്പോൾ, വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു കേൾവി കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലൈംഗികതയിലെ ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമൈൻ റിലീസ് ചെയ്തു. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കണ്ട് ആ ഡോപ്പമൈൻ റിലീസുമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ കോംപ്രമൈസ് ചെയ്തു. പിന്നെ സോഫ്റ്റ് ഫോണിലേക്ക് കയറി, വീഡിയോയിലേക്ക് കയറി. അപ്പോൾ കാരണം ആദ്യത്തെ റേഞ്ച് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്നില്ല, കാരണം ഡോപ്പമൈൻ പ്രൊഡക്ഷനും ഇതുമായിട്ട് നിങ്ങളുടെ ബ്രെയിൻ കോംപ്രമൈസ് ചെയ്തു. അടുത്ത തലം, ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോവുക. അടുത്തത്, നേരെ ഓപ്പോസിറ്റുള്ള ആളുകളുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. ഈ ചെറുപ്പക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര വിരക്തിയാണ്. അത് വളരെ സ്ട്രെയിഞ്ചാണ്, നമ്മൾ സാധാരണ കേട്ടുകേൾവിയുള്ള കാര്യമല്ല. ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരോട് ഇടപഴകാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നം. ഇപ്പോൾ കല്യാണപ്രായമായി, കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, സാറേ ഒന്ന് സംസാരിക്കണം. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവന് കൊച്ചി ചെറുപ്പത്തിലേക്ക് കിട്ടിയ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്, മോനെ പെൺകുട്ടികളുടെ അടുത്തൊന്നും പോയി സംസാരിക്കരുത്, പെൺകുട്ടികളോട് അടുത്ത് ഇടപഴകരുത്. ഇതെങ്ങാണ്ട് ഈ പുള്ളി അങ്ങ് ഓവർ ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് ഇപ്പോൾ പെൺകുട്ടികളോട് സംസാരിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. പെൺകുട്ടികളോട് സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ പുള്ളി ആ സാഹചര്യം അങ്ങ് ഒഴിവാക്കി വിടുക. ഇപ്പോൾ ഒരു കുടുംബജീവിതം പുള്ളിക്ക് സാധ്യമല്ല. അതിൻ്റെ അടുത്ത ഒരു എക്സ്ട്രീം ലെവലാണ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിൻ്റെ അടുത്ത ലെവൽ, ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ, ലൈംഗിക അടിസ്ഥാനം. ഇത് നടക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങളായിരിക്കുന്നത്. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ്. 3 തരത്തിലുള്ള ലൈംഗിക അടിസ്ഥാനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഹെട്രോസെക്ഷുവാലിറ്റി, നോർമൽ സെക്ഷുവാലിറ്റി, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സെക്ഷുവാലിറ്റി. രണ്ടാമത്തത് ഹോമോസെക്ഷുവാലിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ ഇടയ്ക്ക് ചില കോടതി വിധികളൊക്കെ ഉണ്ടായി. സുപ്രീം കോടതി പറഞ്ഞു, അവരൊരുമിച്ച് ഒരു ലൈംഗികതയിലേക്ക് തീരുമാനമെടുത്താൽ അതിനെ നിഷേധിക്കുവാൻ ആർക്കും കഴിയുകയില്ലത്രേ. ഒരു വ്യക്തിയുടെ ലൈംഗിക ഓറിയൻറ്റേഷൻ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നും ഹോമോസെക്ഷുവാലിറ്റി
നിയമവിരുദ്ധമല്ല എന്നുമൊക്കെയുള്ള വിധികളുമൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവീക കോടതി എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട്. കാരണം ഈ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഇത് ഹോമോസെക്ഷുവാലിറ്റിയെ പറഞ്ഞിരിക്കുന്ന നിയമ സംഹിത ഉണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സ്ത്രീയോട് എന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. ഇതിൻ്റെ ശിക്ഷ എന്നാന്ന് വെച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലുക, അതാണ് ശിക്ഷ. മനസ്സിലായോ? അപ്പോൾ ഒരു പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് എന്നാണ് ദൈവീക കോടതിയുടെ തീരുമാനം. അതിനെ വിളിച്ചിരിക്കുന്നത് മ്ലേച്ഛത, അബോമിനേഷൻ എന്ന് മാത്രമല്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ആരൊക്കെയാണ്? ആദമും ഹവ്വയും, സ്ത്രീയും പുരുഷനും. അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് വെച്ചാൽ ആ ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് പ്രകൃതി നിയമം, അതാണ് ദൈവത്തിൻ്റെ നിയമം, അതാണ് ദൈവത്തിൻ്റെ ഓറിയൻറ്റേഷൻ. ഭാര്യയോട് പറ്റിച്ചേരുക, ഭാര്യ ഭർത്താവിനോട് പറ്റിച്ചേരുക. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നു, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. കണ്ടോ? അവണ്ണം പുരുഷന്മാർ സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അതായത് ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന പാപിയായൊരു മനുഷ്യൻ്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിലാണ് ഈ ഒരു വിശദീകരണം അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിരിക്കുന്നത്. അതായത് ദൈവത്തെ അറിയാത്ത, വിശുദ്ധി എന്തെന്നറിയാത്ത, പ്രമാണമെന്തെന്നറിയാത്ത ഒരുപറ്റം ആളുകൾ ചെന്ന് ചാടുന്ന ചതിക്കുഴിയെക്കുറിച്ചാണ് അവിടെ അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2 പത്രോസ് ലേഖനത്തിലേക്ക് വരാം. ആദ്യം 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സോദോം ഗൊമോറ എന്ന പട്ടണം, അതിനെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്തെ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്നെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗം മുഴുവൻ വായിച്ചാൽ സോദോം ഗൊമോറ എന്ന പട്ടണം ദൈവിക ന്യായവിധിക്ക് അർഹരായി തീർന്നതിൻ്റെ കാരണം അവരുടെ ഇടയ്ക്കുണ്ടായ ഈ ഒരു ഹോമോസെക്ഷുവാലിറ്റിയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇത് ദൈവം ന്യായം വിധിക്കുന്ന. ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങൾ ഏറ്റവും അടുത്തിടപഴകുന്ന നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ ഫ്രണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഹോമോസെക്ഷുവാലിറ്റിയുടെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ തെറ്റായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുകയും ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സെയിം സെക്സിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് തന്നെ ആ ബന്ധം അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. അത് ഈ തെറ്റും ശരിയും തമ്മിൽ നിൽക്കുമ്പം ഈ തെറ്റിനാണ് കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുക. നിങ്ങൾ അവരെ ശരിക്കങ്ങ് ഉപദേശിക്കുക. വചനപ്രകാരം ഓരോ ദിവസം അങ്ങ് ഉപദേശിക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി കിട്ടും. അങ്ങനെ അവരെ നന്നാക്കാൻ പറ്റുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ലൈംഗിക ഓറിയൻറ്റേഷനിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രമിച്ചോ, തെറ്റല്ല. പക്ഷേ മിക്കവാറും നടക്കുന്നത് ഈ ലൈംഗികതയെക്കുറിച്ചുള്ള ഈ ജിജ്ഞാസ കൂടുതലാണല്ലോ ഈ ടൈമിൽ. അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്വവർഗ ഭോഗിയായിട്ടുള്ള ഹോമോസെക്ഷലായിട്ടുള്ള ഒരു കൂട്ടുകാരി ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ മിക്കവാറും ഈ വ്യക്തി നിങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സുഹൃത്ത് ബന്ധം ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹോമോസെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്
നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത സുഹൃത്തിൽപ്പെട്ട ഒരാൾ ഇതുപോലത്തെ ഓറിയൻറ്റേഷനുള്ള ആളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ സുഹൃത്തുമായിട്ട് ആരുമില്ലാത്ത സമയങ്ങൾ ചെലവഴിക്കുന്ന സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ദയവായി അത് അവോയ്ഡ് ചെയ്യണം. ആ വ്യക്തി നിങ്ങളെ ഹോമോസെക്ഷാലിറ്റിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ്. അതാരും സംശയിക്കത്തുമില്ല. ഒരു പെൺകുട്ടി റൂമിനകത്ത് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നു, റൂം അടച്ച് കുറ്റിയിട്ടിരിക്കുന്നു എന്ന് ആരും സംശയത്തോടെ കാണത്തില്ല. പക്ഷേ ആ പെൺകുട്ടി ഒരുപക്ഷെ നിങ്ങളെ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിക്ക് നിർബന്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണമെന്ന്, ആ സിറ്റുവേഷൻ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ചെറുക്കൻ മറ്റൊരു ചെറുക്കനുമായി റൂമിനകത്ത് കയറി കഥ കടിച്ച് കുറ്റിയിടുകയോ ഇല്ലെങ്കിൽ രണ്ടാം നിലയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയോ ചെയ്യുന്നതിനെ വീട്ടുകാർ ഒരു വിധത്തിൽ സംശയിക്കത്തില്ലായിരിക്കും. പക്ഷേ ആ സുഹൃത്ത് നിങ്ങളെ അത്തരം ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണുന്ന ഏതെങ്കിലും മൂവി, ഒരു സ്വവർഗഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും മൂവിയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് സീ ദാറ്റ്. അത്തരത്തിലുള്ള വീഡിയോ കാണാൻ യൂട്യൂബിൽ തിരയരുത് ദയവായിട്ട്. അത് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ ദൈവിക വിരുദ്ധമാണ്, വചനവിരുദ്ധമാണ്. അതിനാണ് ഈ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. അത്തരം വെബ്സൈറ്റുകളിലേക്ക് നിങ്ങൾ കയറരുത്. അത്തരം സുഹൃത്തുക്കളെ നിങ്ങൾ ഉപദേശിക്കുകയാണ് വേണ്ടത്. അവരോടുള്ള സുഹൃത്ത് ബന്ധം, ഉപദേശം ഫലിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ സുഹൃത്ത് ബന്ധം തന്നെ അങ്ങ് ഒഴിവാക്കണം എന്നല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സുപ്രീം കോടതിയും മറ്റു കോടതികളും വിധിക്കുന്നതും നാട്ടിൽ പലരും സുഹൃത്തുക്കളും നിങ്ങളോട് പറയുന്നതും അല്ല നമ്മുടെ മുൻപിലുള്ള നിയമാവലി. നമ്മുടെ മുമ്പിലുള്ള നിയമാവലി ദൈവം തന്നിരിക്കുന്ന നിയമാവലിയാണ്. ചില സുഹൃത്തുക്കൾ ഒരുപക്ഷെ നിങ്ങളോട് പറയുമായിരിക്കും, ദൈവമല്ലേ ഈ ആഗ്രഹങ്ങളും ഈ ചിന്തകളും ലൈംഗികതയും ഒക്കെ നമുക്ക് തന്നത്, അപ്പോൾ പിന്നെ അതിന് തെറ്റാണെന്ന് വിചാരിക്കുന്നതിൽ എന്താ കഥ എന്ന് ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും. വേറെ ചിലർ ഒരുപക്ഷെ പറയുമായിരിക്കും, അല്ല ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ, ഇങ്ങനെ ഒരു ഹോമോസെക്ഷുവാലിറ്റി ചെയ്തു എന്ന് വെച്ച് അത് നിൻ്റെ ഓറിയൻറ്റേഷനൊന്നും ആകത്തില്ല. ഞാൻ പറയാം, ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹെട്രോസെക്ഷുവാലിറ്റിയാണ് നോർമൽ സെക്ഷുവാലിറ്റി. ഡീവിയൻ ബിഹേവിയറാണ് അത്. ഈ സൈക്കാട്രി സൈക്കോളജി ഒന്നും അംഗീകരിക്കത്തില്ലായിരിക്കാം. DSM എന്ന് പറയുന്ന ഒരു പുസ്തകം, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. അതാണ് ലോകത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഏത് ബിഹേവിയറാണ് നോർമൽ, ഏത് ബിഹേവിയറാണ് നോർമൽ അല്ലാത്തതെന്ന് പറഞ്ഞു തരുന്നത്. അത് ഹോമോസെക്ഷുവാലിറ്റി എന്നത് നോർമൽ ബിഹേവിയർ ആയിട്ടാണ്. അപ്പോൾ സൈക്കാട്രിസ്റ്റുമാരും ഇൻ്റർനാഷണൽ സൈക്കോളജി ഒന്നും ഇതിനെ അബ്നോർമലായിട്ട് കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനെ തെറ്റും ശരിയും അന്വേഷിച്ച് ലോകത്തിലേക്ക് പോയ ലോകം മുഴുവനും പാപത്തെ പാപമെന്ന് വിളിക്കില്ല, അല്ലേ? മോഷണത്തെ തെറ്റെന്ന് വിളിക്കുമോ? ഇന്നത്തെ പല സിനിമകളും മോഷ്ടിക്കുന്ന ഹീറോയെ ഹീറോയിസത്തിൻ്റെ ഭാഗമായിട്ടല്ല മോഷണത്തെ ചിത്രീകരിക്കുന്നത്. അതിനെ തെറ്റെന്നല്ലല്ലോ അവർ വ്യാഖ്യാനിക്കുന്നത്. അടിയും തല്ലും വെട്ടും കുത്തും വെടിവെച്ച് ആളുകളെ കൊല്ലുന്നതുമൊക്കെ നമുക്ക് പറ്റത്തില്ല ദൈവമക്കൾ. പക്ഷേ കാണുന്ന സിനിമകളിൽ മുഴുവൻ എന്തോ ഹീറോയിസം അല്ലേ കാണിക്കുന്നത്, അല്ലേ? അതായത് എന്താണ്, നമ്മുടെ സൈന്യത്തിൽപ്പെട്ട ഖാദക് കമാൻഡോസ് ചൈനീസ് ആൾക്കാരുടെ കഴുത്തൊടിച്ച് കൊന്നുകളഞ്ഞു. ഹീറോയിസം. നിങ്ങൾ കാണുന്ന മൂവിയിലെ നായകൻ കഴുത്തൊടിച്ച് ഒരാളിങ്ങനെ കൊന്നുകളയുന്നു, ഒരാളെ എടുത്തെറിഞ്ഞൊരു കമ്പിയിലേക്ക് അദ്ദേഹത്തെ കുത്തി കോർക്കുന്നു. ഹീറോയിസം. അതുകൊണ്ട് തെറ്റ് ശരിയും തിരഞ്ഞ് ലോകത്തിലേക്ക് പോയാൽ എല്ലാ തെറ്റിനെയും വെള്ളപൂശുന്ന ലോകമാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലേക്കല്ല പോകേണ്ടത്. ഇതിൻ്റെ തെറ്റ് ശരിയും ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾ തെറ്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ളെന്നേ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇവിടെ ഉണ്ട്. എൻ്റെ വാച്ച് ശരിയാണെന്ന് ഞാൻ പറയും, നിങ്ങളുടെ വാച്ച് ശരിയാണെന്ന് നിങ്ങളും പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ 2 വാച്ചും കൂടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് നോക്കണം. അതാണ് ഈ സ്റ്റാൻഡേർഡ് കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, വചനം അനുസരിച്ച് നോക്കിയാലേ തെറ്റ് ശരിയും തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വ്യക്തതയോടെ പറയുന്നു, ഹോമോസെക്ഷുവാലിറ്റി പാപമാണ്, ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണ്, ഹോമോസെക്ഷുവാലിറ്റി ദൈവിക ശിക്ഷയ്ക്ക് അർഹമായ ഒരു കാര്യമാണ്. ഹോമോസെക്ഷുവാലിറ്റിയിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലാണ് സോദോമിനെയും ഗോമോറയെയും ദൈവം ന്യായം വിധിച്ചത്. ഹോമോസെക്ഷുവാലിറ്റി മരണകരമായ ശിക്ഷാവിധിക്ക് അർഹമാണ്. അപ്പം അതുകൊണ്ട് ഹോമോസെക്ഷുവാലിറ്റി പാപമാണ്. ഒരു കാര്യം കൂടെ ഈ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം.
പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹപൂർവ്വ ലൈംഗികത. വിവാഹപൂർവ്വ ലൈംഗികത എന്നൊരു വിഷയം ഇന്ന് ഒത്തിരി പേർക്ക് കൺഫ്യൂഷനാണ്. അതെന്താ കൺഫ്യൂഷൻ? ചിലർ പറയുന്നത്, കല്യാണത്തിന് മുൻപൊക്കെ ഇച്ചിരിയൊക്കെ ഈ പ്രണയത്തിൻ്റെ കൂട്ടത്തിൽ ലൈംഗികതയൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവാ ഈ ലൈഫ്. വേറെ ചിലർ പറയുന്നത്, എൻ്റെ സാറേ ഇവരും അവരും ഒക്കെ ലൈംഗികത ആസ്വദിക്കുന്നവരാ, ഇച്ചിരി ഈ ലെവൽ വരെയൊന്നും കുഴപ്പമില്ലെന്നേ. ഏതാ കാമുകൻ കാമുകിയോട് പറയുന്നതാണ്. നമ്മൾ വിശ്വാസികളാണ്, ശരിയാണ്, ആ ഒരു ലെവൽ വരെ നമ്മൾ പോകരുത്. പക്ഷേ കമോൺ, ഈ ലെവൽ വരെയൊന്നും കുഴപ്പമില്ലെന്നേ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാന്നേ. പിന്നെ പറയുന്നത്, കല്യാണം കഴിഞ്ഞൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം കുറേ ആസ്വദിക്കാം, എന്നിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മതിയല്ലോ. കമോൺ, ഇതൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്ന ഇംഗ്ലീഷിൽ ലെയിം എക്സ്ക്യൂസ്. പാപത്തെ നീതീകരിക്കുക, അത് പിശാചിൻ്റെ ഒരു പിടിയാണത്. നീരാളിപ്പിടുത്തം പോലെ, നീരാളിപ്പിടുത്തം. എൻ്റെ PhD-ക്ക് വേണ്ടിയുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് 64% പേരോളം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കൗമാരത്തിൽ തന്നെ ലൈംഗികത ആസ്വദിച്ചിട്ടുള്ളവരാണ്. ഈ ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളിൽ ഒരുപക്ഷെ പലരും ചിലപ്പോൾ അത് ലൈംഗിക ചൂഷണമായിരുന്നിരിക്കാം. അതിനെ ഒരുപക്ഷെ നിങ്ങൾ ചൂഷണമെന്ന് വിളിക്കാൻ താല്പര്യപ്പെട്ടില്ലായിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് കൗൺസിലിങ്ങിന് ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഒരു അയൽപക്കത്ത് താമസിക്കുന്ന കല്യാണം കഴിച്ച കുട്ടികളുള്ള ഒരു വ്യക്തി ആയിട്ട് ഈ പെൺകുട്ടി അടുത്തു. അത് പക്ഷേ അധികം താമസിയാതെ ലൈംഗികതയിലേക്ക് പോയി. അത് അതിർവരുമ്പോഴൊക്കെ ലംഘിച്ചൊരു പോക്കങ്ങ് പോയി. ചർച്ചിൽ വന്നു, യൂത്ത് മീറ്റിങ്ങിന് ഇരുന്നപ്പം പാപബോധം ഉണ്ടായി, കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് ഇനി ഒരു കുടുംബജീവിതം സാധിക്കുമോ, എനിക്ക് ഇനി ഒരു ഭാവി ജീവിതം സാധിക്കുമോ? ഗിൽറ്റ് ഫീലിംഗ്. വിവാഹപൂർവ്വ ലൈംഗികത നിങ്ങളിൽ നടത്തുന്ന ഒന്നാമത്തെ ഡാമേജ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാരകമായ ഗിൽറ്റ് ഫീലിംഗ് ആണ്. അതാണ് ഒന്നാമത്തെ ഡാമേജ്. അപ്പോൾ ഈ കഠിനമായ കുറ്റബോധമാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്, ഇനി എനിക്കൊരു കല്യാണം സാധിക്കത്തില്ല സാറേ, ഞാൻ എന്നെ തന്നെ അശുദ്ധയാക്കിയില്ലേ, ഇനി എങ്ങനെ ഒരു ഭാര്യയായിട്ട്, ഐ ആം നോട്ട് ഫ്രഷ്, എൻ്റെ ഫ്രഷ്നെസ് ഞാൻ കളഞ്ഞു, ചാരിത്രം നഷ്ടപ്പെട്ടു എന്നൊക്കെ. ഇറ്റ് ഗോസ് ഓൺ. ചെറുക്കന്മാരുടെ ഇടയ്ക്ക് പെൺകുട്ടി, ഞാൻ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സുകൾ നടത്തിയ ഒത്തിരി ഇടങ്ങളിൽ ക്വസ്റ്റനെയർ കൊടുത്ത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ ഭീതിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന അന്വേഷണത്തിൽ ചെറുപ്പക്കാരിൽ ഒത്തിരി പേര് എന്നോട് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് ആശങ്ക തരുന്നത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ എൻ്റെ ഭാവി കുടുംബജീവിതത്തെ ബാധിച്ചേക്കാമോ എന്ന ആശങ്കയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നം ഈ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ വിവാഹപൂർവ്വ ലൈംഗികത എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ കാര്യമായിട്ട് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കിയേ പറ്റൂ. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്താലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. എന്ന് വെച്ചാൽ ഈ കല്യാണത്തിന് മുമ്പ് കാമവികാരങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതം തെറ്റാണ്. വചനം പകല് പോലെ സത്യം വിളിച്ചു പറയുകയാണ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ കുറേ ചെറുപ്പക്കാർ മോവാബ്യ സ്ത്രീകളോടുകൂടെ ലൈംഗിക ആസ്വാദനത്തിന് ചെന്നതും ദൈവം അവരുടെ ഇടയ്ക്ക് ബാധ അയച്ചതും നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം ആ പുരോഹിതന്മാരിൽപ്പെട്ട ആ മനുഷ്യൻ ചെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ചെറുക്കനെയും പെൺകുട്ടിയെയും കൂടെ ഒരു ശൂലം വെച്ചൊരൊറ്റ കുത്താണ്. അത് അവൻ്റെ ശരീരത്തിലൂടെ അവളുടെ ശരീരത്തിലൂടെ തുളഞ്ഞ് നിലത്ത് അത് ആഴ്ന്നിറങ്ങി. ദൈവത്തിൻ്റെ ബാധ വിട്ടുമാറി. ശിക്ഷ മരണം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും
കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയും, ഇസ്രായേൽ വിഗ്രഹാർപ്പണം തന്നെയാണ് ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വെച്ച ബാലാക്ക്. എന്ന് വെച്ചാൽ അവിടെ ദുർനടപ്പുണ്ടായി. ആ ദുർനടപ്പ് ഈ ശാരീരിക പാപം എന്ന ദുർനടപ്പായിരുന്നു. ഇതൊരു ഇടർച്ചയായി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആദ്യം സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രണയം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ റീസൺ. ഈ പ്രണയം അങ്ങ് തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ രാത്രി 2 മണിക്കും 1 മണിക്കും ഇരുന്ന് ചാറ്റ് ചെയ്യുമ്പം സെക്സ്റ്റിങ്ങിലോട്ടാണ് പോകുന്നത്. സെക്സ്റ്റിങ്ങിലേക്ക് വഴിമാറും. പിന്നെ പറയുന്ന വാക്കുകൾ മുഴുവനും ലൈംഗിക ആസ്വാദനമാണ്. അത് ഒരു ലെവല്. പിന്നെ അതിൻ്റെ അടുത്ത ലെവലാണ് പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, അവിടെ പോവാം, ഇവിടെ പോവാം. ഈ കോട്ടയത്ത് ചില ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല. അവിടെ മുഴുവനും കമിതാക്കൾ ഇരുന്ന് ലൈംഗികാസ്വാദനം നടത്തുകയാണ്. ആ ഒരു ലെവൽ വരെ കുഴപ്പമില്ലെന്ന് അങ്ങ് വിശ്വസിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഉണ്ടാക്കുന്ന മാരകമായ പ്രത്യാഘാതത്തെക്കുറിച്ച് ദൈവമക്കളായ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന അടുത്തൊരു മാരകമായ റിപ്പർക്കഷൻ ഞാൻ പറയാം. ഒരു വ്യക്തിയുമായിട്ട് അടുത്തു, അത് അതിർവരമ്പ് ലംഘിച്ച് കുറേ മുന്നോട്ട് പോയി, ആ ബന്ധം പൊളിഞ്ഞു. അടുത്ത വ്യക്തിയുമായിട്ട് തുടങ്ങി, അതും അതിർവരമ്പ് ലംഘിച്ച് കുറേ പോയി, ആ ബന്ധവും പൊളിഞ്ഞു. മൂന്നാമതൊന്നും തുടങ്ങി, പൊളിഞ്ഞു. ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലയ്ക്കകത്ത് ഒരു എഴുത്തെഴുതാൻ ചാൻസ് ഉണ്ട്. ലോകത്തിൽ ഒരു ചെറുക്കനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ലോകത്തിൽ ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ ധാരണയുമായിട്ടാണ് കുടുംബജീവിതത്തിലേക്ക് കയറുന്നത്. ഒന്നാമത്തെ ദിവസം തൊട്ട് ജീവിത പങ്കാളിയെക്കുറിച്ച് സംശയമാണ്. എത്ര പേരുടെ കൂടെ പോയ ആളാണ്? ഈ സംശയം വെച്ചുകൊണ്ടാണ് കുടുംബജീവിതത്തിലോട്ട് കയറുന്നത് തന്നെ. എങ്ങനെ ആ കുടുംബജീവിതം ശരിയാവും? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദുർനടപ്പ്, ലൈംഗികാസ്വാദനം ഒരു അഡിക്ഷനായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യണം. ഇച്ചിരിച്ച് സ്റ്റോപ്പ് ചെയ്യലും നടക്കത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രണയബന്ധം നിങ്ങളെ ലൈംഗികതയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ പ്രണയബന്ധം ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന് കാഹളം തുനിച്ചാൽ പോവോ? ഇവിടുത്തെ ആസ്വാദനം മതിയോ? അങ്ങ് പോണ്ടേ? നമ്മൾ ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഇത് തീക്കായി ശേഖരിച്ചു വച്ചിരിക്കുക. നമുക്കൊരു നിത്യതയുണ്ട്. ഇതിനെ ഓവർകം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ദൈവസ്ഥയിലിരിക്കുക, മുഴങ്കാലിൽ വീഴുക, അനുതപിക്കുക, പാപബോധം ഉണ്ടാവുക, ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറയുക. അതാണ്. നിങ്ങളുടെ കണ്ടമാനം കുറ്റബോധം നിങ്ങളെ വല്ലാതെ നീരാളിപ്പെടുത്തം പോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസ്ഥയിൽ ഒന്ന് നെടുമ്പാട് വീഴാം. ദൈവത്തോട് നമുക്കൊന്ന് ഏറ്റുപറയാം. നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മേഖല, ലൈംഗികതയിലെ ധാർമ്മികത, തിരുവചനത്തിലൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇത് നമ്മുടെ പ്രായോഗിക തലത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനിയും പിശാചിൻ്റെ നീലാളിപ്പിടുത്തത്തിൽ കിടക്കേണ്ട ആളല്ല നിങ്ങൾ. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം വേണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം രൂപീകരിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെയുള്ളൊരു ജീവിതം, ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെട്ടൊരു ജീവിതം, വചനത്തിലും ദൈവികതയിലും അടിസ്ഥാനപ്പെട്ടൊരു ജീവിതം, അതാണ് ഏറ്റവും അഭികാമ്യം. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചർച്ച് ഓഫ് ഗോഡ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകവും ഈ ക്ലാസ്സുകളും നിങ്ങൾക്ക് വളരെ പ്രയോജനമാകട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ സന്തോഷത്തോടെ പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ മുടങ്ങാതെ ലഭ്യമാകുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കിലൂടെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്.
നിങ്ങളുടെ ഹോംവർക്കുകളും ടാസ്കുകളും മറന്നുപോകാതെ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. തുടർന്നും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.